വെൽക്കം ടു ഹെൽത്തി കുക്കിംഗ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കക്കൊഞ്ച് പീര വെച്ചതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 50 ഗ്രാം തലയും പാലയും കളഞ്ഞ ഉണക്കക്കൊഞ്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു ചീനിച്ചട്ടി അടുപ്പി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഉണക്കക്കൊഞ്ച് നന്നായിട്ട് വറുത്തെടുക്കേണ്ടതുണ്ട്. ഉണക്കക്കൊഞ്ച് ഇവിടെ ഇപ്പം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയ ശേഷം നന്നായി കഴുകിയെടുക്കണം. കൊഞ്ചിപ്പം കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. ഒരു മുറി തേങ്ങ തിരുമ്മിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ. നിങ്ങൾക്ക് ഉലുവപ്പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ ഉലുവ അതുപോലെ ഇടുകയാണ്. അതുപോലെ ഞാനിവിടെ കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. എരിവിനനുസരിച്ചിട്ട് മുളക് നിങ്ങൾക്ക് എടുക്കാം. പച്ചമുളക് വേണമെങ്കിലും എടുക്കാം. പച്ചമുളക് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാം. ഞാനിവിടെ കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരയ്ക്കേണ്ട കാര്യമില്ല, ചതച്ചെടുത്താൽ മതിയാവും. തേങ്ങ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ക്ലീൻ ചെയ്ത് കൊഞ്ചിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് ചെറിയുള്ളിയും വെളുത്തുള്ളിയുമാണ്. ഞാനിവിടെ 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മുറിച്ചിട്ടൊന്നുമില്ല. ഇത് ഇതേപോലെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഒരുപാട് ചേർക്കേണ്ട കാര്യമില്ല. ഇതൊരു പീര പോലാണ് ചെയ്തെടുക്കുന്നത്. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഉണക്കക്കൊഞ്ച് തോരൻ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. അതുവരെ ബൈ.